ആഘോഷിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന ആർത്തവകാലം. വർത്തമാനകാല കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട എന്തോ ഒരു മഹാസംഭവമായിട്ടാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി ആർത്തവ അവധിയും ആർത്തവ കാലവും ഒക്കെ ചർച്ച ചെയ്യുന്നത്. പണ്ട് കാലം മുതലേ ഈ മംഗളം മനോരമ ഒക്കെ പ്രസിദ്ധീകരിച്ച കാലം മുതലേ ഇത് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെയും ഉണ്ടായിരുന്നു എന്ന് അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്. ആർത്തവകാലത്തിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് ആണുങ്ങൾ തന്നെ ചോദ്യങ്ങൾ എഴുതി അയച്ച് അത് പെണ്ണുങ്ങളെപ്പോലെ വാർത്തയാക്കിയിരുന്ന് വായിക്കുന്നതൊക്കെ ബിരുദന്മാരുടെ കോളേജ് കാലഘട്ടത്തിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതും ആസ്വദിച്ചിട്ടുള്ളതുമാണ്. അതിനപ്പുറത്ത് ഇതിൻ്റെ പ്രയാസങ്ങളെ സംബന്ധിച്ചുള്ള ഡോക്യുമെൻ്ററികളോ അല്ലെങ്കിൽ ചിത്രീകരണങ്ങളോ വേറെന്തെങ്കിലും ചർച്ചകളോ ഒന്നും ഒരു പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടേ ഇല്ലായിരുന്നു. 10ഉം 12ഉം പ്രസവിച്ച അമ്മമാരുടെ കാലത്ത്, 13ഉം 14ഉം വയസ്സുകളിൽ കല്യാണം നടത്തിവിട്ട അമ്മമാരുടെ കാലത്തൊന്നും ആർത്തവവും ആർത്തവാനന്തര ചിന്തകളും ആർത്തവാനന്തര പ്രതിബന്ധ അപമാന ആഘോഷങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ സ്വാഭാവികമായ ശാരീരിക പ്രക്രിയയുടെ ഭാഗമായി തുടർന്നു പോയിരുന്ന കാലമാണ്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഒരു നയപ്രഖ്യാപനത്തിൽ ആർത്തവ അവധി സവിശേഷമായി എടുത്തു പറഞ്ഞപ്പോൾ കുറേ പേർ അതിൻ്റെ മഹത്വപൂരിതമായ അന്തരീക്ഷം പറഞ്ഞ് ആഘോഷിക്കുകയും മറ്റ് നമ്മുടെ ശ്രീലേഖ IPS പോലുള്ളവർ ആർത്തവം അറിഞ്ഞാലുണ്ടാകുന്ന അപമാനത്തിൻ്റെ അലംഘനീയമായ ആഡംബരപൂർണമായ അർത്ഥശൂന്യതയെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്തു. പിന്നെ പതിവ് പോലെ ശ്രീലേഖ ചേച്ചി തിരുത്തി മറിഞ്ഞ് ആ അപമാനം അതിലല്ല സർക്കാരിലേക്ക് മാറ്റി ആർത്തവം അഭിമാനമായി അണിയുകയും ഒക്കെ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് സ്ത്രീകളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഒരു സംഗതിയാണ്. ആ സംഗതികളൊക്കെയും അത് അവരവർ അനുഭവിച്ച് മാനേജ് ചെയ്ത് അതിൻ്റെ ഒരു പരുവത്തിന് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നവർ ആ സന്ദർഭങ്ങളിൽ അവർ ജോലിയിൽ വരാതിരിക്കുകയും അവധിയെടുക്കുകയും അത്തരം കാര്യങ്ങളൊക്കെയും നടന്നു പോകുന്നുണ്ട്. പിന്നെ അതിനുവേണ്ടി ചികിത്സിക്കുന്നവരുണ്ട്. ചിലർക്ക് വളരെ പെയിൻഫുള്ളായിട്ടുള്ള സംഗതിയുണ്ട്. ഇതെല്ലാം ഉള്ളതിനോട് കൂടി തന്നെ ഇത് ആഘോഷിക്കേണ്ടതാണെന്നും അപമാനിക്കപ്പെടേണ്ടതാണെന്നും ഒന്നും ഇത് സംഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. അതെല്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമായി പോകുന്നു. അവർക്ക് കുറച്ച് ശാരീരികമായ റെസ്റ്റ് വേണം. ആ സന്ദർഭങ്ങളിൽ ചിലർക്ക് മാനസികമായ ഒരു ചേർത്ത് പിടിക്കൽ വേണം. അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാനും ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാക്കാനും ഒന്നും ശ്രമിക്കാതിരിക്കണം. ഇത്തരം ചില കാര്യങ്ങളും ബോധ്യങ്ങളും ഒക്കെ ഉണ്ടായി പോകുന്നതിനപ്പുറത്ത് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്കിത് അസഹനീയമായ സംഗതിയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും? അന്ന് വരാതിരിക്കും. അതിപ്പോൾ ഒന്നുമല്ല, പണ്ട് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയ കാലം മുതൽ അങ്ങനെയാണ്. അതൊന്നും ഒരു സവിശേഷമായി പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ എല്ലാവരും ഒരു ആയുധമായി പലപ്പോഴും ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഈദ്ഗാഹിൻ്റെ സംഗതിയിൽ അതെന്തിനാണ് ഈദ്ഗാഹ് ഈ പള്ളികളൊക്കെ കിടക്കുമ്പോൾ വിശാലമല്ലേ, എല്ലാവരും ചേർന്ന് നിൽക്കേണ്ട ഒരിടത്ത് കൂടണ്ടെന്ന് പറഞ്ഞാൽ അവരും എടുത്ത് പറയാറുണ്ട് ആർത്തവാനന്തര ചിന്തകളുടെ ഭാഗമായി. ഇതൊന്നും അതിൽ അമിത പ്രസക്തിയുള്ള ഒരു കാര്യമേ അല്ല. ഇതൊന്നും ഒട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഇതൊക്കെ അതിൻ്റെ ഒരു സ്വാഭാവികതയിൽ അങ്ങ് നടന്നു പോകുന്ന തികച്ചും അപ്രസക്തമായ കാര്യമാണ്. ഇതിലോട്ടൊക്കെ ശ്രദ്ധ തിരിക്കുന്നത് പോലും വാണിജ്യ താല്പര്യങ്ങളും ഇന്നത്തെ പുതിയ കാലത്തിൻ്റെ അർത്ഥശൂന്യമായ ഫ്ലിംസി തോട്ട്സ് ഉണ്ടല്ലോ. ഫ്ലിംസി തോട്ട്സ് എന്ന് പറഞ്ഞാൽ വാപ്പാടെ മീശ നരിക്കുമ്പം ആഘോഷം, വാപ്പാടെ മുട്ടയടിക്കുമ്പം ആഘോഷം, പിന്നെന്തുവാ കല്യാണത്തിന് കണ്ട ദിവസം പ്രപ്പോസൽ ഡേ, വെഡ്ഡിങ് ഡേ, ഡിസിഷൻ ഡേ, പിന്നെന്തൊരു ഡേ, പിന്നെ മാനിപ്പുലേഷൻ ഡേ, പെനട്രേഷൻ ഡേ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡേ ഒക്കെ ആഘോഷിക്കുന്ന വെറും വാണിജ്യ താല്പര്യത്തിൻ്റെ അർത്ഥശൂന്യമായ ചിന്തകളുടെ പ്രകടനത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ് ഈ സംഗതികളെല്ലാം. ഞാനീ പറഞ്ഞതുപോലെ ഒരു കുട്ടിക്ക് ആർത്തവ അവധി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു കുട്ടി അവധിയെടുക്കും, അവധിയെടുത്ത് അത് വരാതിരിക്കും. അത് വരാതിരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടുകാരികൾക്കോ അടുത്തുള്ളവർക്കോ ഒരു വീട്ടുകാർക്കോ ഒക്കെ അറിയാം. അതതിൻ്റെ വഴിക്ക് അതിൻ്റെ പരുവത്തിനങ്ങ് നടക്കും. അങ്ങനെ അവധി എടുക്കുന്നത് കൊണ്ട് ഏതെങ്കിലും സ്കൂളുകളിൽ ആർത്തവാവധി തരുത്തില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ മതി. ഉത്തരേന്ത്യയിലൊക്കെ കേട്ടിട്ടുണ്ട് പാടഴിച്ചു നോക്കുമെന്നൊക്കെ. ഇവിടെ ആരും പാട് ഒന്നും അഴിച്ചു നോക്കാൻ വരുന്നില്ല. ഇവിടെ അവധി എടുത്താൽ ടീച്ചർമാർക്കും മനസ്സിലാവും, സാറന്മാർക്കും മനസ്സിലാവും. ഒരുപക്ഷെ ഒറ്റ ചോദ്യത്തിന് ഒറ്റ ഉത്തരം കൊണ്ട് സാറന്മാർ അംഗീകരിക്കുന്ന രണ്ട് കാര്യമേ ഉള്ളൂ. ഒന്ന്, ഈ
ആർത്തവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പീരീഡ്സ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ. രണ്ടിന് പോകണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകത്തില്ലേ, പെട്ടെന്ന് പോയി കാണാൻ പറയും. ബാക്കി എല്ലാത്തിനും ഈ സാറന്മാർക്ക് 100 ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് ഒരു കാര്യവുമില്ല. പിന്നെ എന്ന് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ കലണ്ടർ അവധിയൊന്നും അല്ലല്ലോ. ഇപ്പോൾ എല്ലാ ആഫീസുകളിലും ആർത്തവ അവധി എന്നും പറഞ്ഞ് 2 ദിവസത്തെ അവധി കൊടുക്കുകയൊന്നുമല്ല. ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വരാതിരിക്കണമെങ്കിൽ അന്ന് വരാതിരിക്കാം, അവർ വരാതിരിക്കും. അതിൻ്റെ പേരിൽ ആരെയും ശിക്ഷിക്കത്തൊന്നുമില്ല. അത്രേ ഒരു സംഭവമേ ഉള്ളൂ. അത് നയപ്രഖ്യാപനത്തിൽ വായിച്ചു. അപ്പോഴത്തേക്ക് അതിനെ തുടർന്ന് ആർത്തവ അനുകൂലികൾ കുറേ പേരുണ്ടായി, ആർത്തവ വിരുദ്ധർ കുറേ പേരുണ്ടായി, പിന്നെ ആർത്തവ മധ്യവർത്തികൾ കുറേ പേരുണ്ടായി. അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോയിട്ട് വേറെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ച്, ഈ ആർത്തവം ഉള്ളവരും ഇല്ലാത്തവരുമായ ഒരുപാട് സ്ത്രീകൾ കൈക്കുഞ്ഞുങ്ങളുമായി ഒരു വീടും കൂടും വാടകയ്ക്ക് പോലും കൊടുക്കാതെ നാട്ടിൽ അലിഞ്ഞു തിരിയുന്നുണ്ട്. അകാലത്തിൽ ഭർത്താവ് മരണപ്പെട്ട് ജീവിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് ചിലർക്ക് അവകാശങ്ങൾ പോലും കൊടുക്കാതെ പിടിച്ചിറക്കി വിട്ട സംഗതികളുണ്ട്. പിന്നെ അതുപോലെയുള്ള 100 കണക്കിന് അനാഥ കുഞ്ഞുങ്ങളുമായി ജീവിക്കുന്ന അമ്മമാരുടെ കഥകളുണ്ട്. പീഡനത്തിന് ഏറ്റുവാങ്ങുന്നവരുണ്ട്. ഈ ഭർത്താവ് അങ്ങോട്ട് മരിച്ചുപോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബാക്കി എല്ലാവരും കൂടി ശരിപ്പെടുത്താനും സുഖപ്പെടുത്താനും ഇറങ്ങേണ്ടി വരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുണ്ട്. അതൊക്കെ നോക്ക്. മറ്റേത് അതിൻ്റെ വഴിക്ക് പോവും, അതിൻ്റെ വഴിക്ക് വരും. അത് അതിൻ്റെ ക്രമം അനുസരിച്ച് അങ്ങ് നടന്നോളും. അതുകൊണ്ട് ദയവായി എല്ലാവരും ആർത്തവത്തിൽ നിന്ന് പിരിഞ്ഞുപോയി അർത്ഥപൂർണമായ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.